ഇറാന്റെ യുദ്ധവിമാനം നിലം തൊടിക്കാതെ തന്നെ ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് തരിപ്പണമാക്കി ഇസ്രയേൽ സേന. ടെഹ്റാനിൽ വെച്ച് ഇറാനിയൻ വ്യോമസേനയുടെ YAK-130 വിമാനം തങ്ങളുടെ F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിട്ടതായിട്ടാണ് ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 16 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ ഒരു വീഡിയോയിലാകട്ടെ അതർ ജെറ്റ് യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ട് പൈലറ്റ് ചെയ്ത വിമാനത്തെ വലിയ രീതിയിൽ ആദ്യമായി തന്നെ എയർ ടു എയർ യുദ്ധത്തിൽ കൊല്ലുന്ന നിമിഷം കാണിച്ചു തരുന്ന ഒരു വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇറാന്റെ അതായത് YAK-130 യുദ്ധവിമാനം വെടിവെച്ചതിന്റെ വീഡിയോകളാണ് ഇതിലൂടെ തന്നെ ഇസ്രായേൽ സൈന്യം പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ടെഹ്റാനിന് മുകളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് F-35 ആദർ സ്റ്റെൽത്ത് യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇസ്രായേൽ വ്യോമസേന ഇറാന്റെ ഈ ഒരു യുദ്ധവിമാനം തകർത്ത് തരിപ്പണമാക്കിയതെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യാക് യുദ്ധവിമാനം വെടിവെച്ചിടുന്നതിന്റെ 16 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യോമസേന തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഞാൻ ആ യുദ്ധവിമാനത്തെ ലക്ഷ്യം കണ്ടു. അത് ലക്ഷ്യസ്ഥാനത്ത് തന്നെ അതിനെ എത്തിക്കാനും കൃത്യമായ ആക്രമണം നടത്താനും ഞങ്ങൾക്ക് സാധിച്ചു. ഇനിയും ഞങ്ങൾ ആക്രമണം തുടരും എന്നതാണ് ഇസ്രായേലി പൈലറ്റ് ഈ വീഡിയോയിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പുറത്തു വന്ന വീഡിയോയിലൂടെ കേൾക്കാൻ സാധിക്കുന്ന ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. അതേസമയം ഇത് ആദ്യമായിട്ടാണ് ആദർ യുദ്ധവിമാനം പൈലറ്റുള്ള ഒരു യുദ്ധവിമാനത്തെ തകർക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ കൈവശമുള്ള YAK-130 റഷ്യൻ നിർമ്മിത യുദ്ധവിമാനമാണ്. 1990കളിലാണ് റഷ്യ ഈ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചത്. ഇറാന്റെ കൈവശമുള്ള പഴക്കം ചെന്ന യുദ്ധവിമാനങ്ങളിൽ അവിടെ താരതമ്യേന തന്നെ മികച്ചതെന്ന് കരുതാവുന്ന ഒരു യുദ്ധവിമാനങ്ങളിൽ അതിൽ ഉൾപ്പെടുന്ന യുദ്ധവിമാനമാണ് YAK-130. ഇതിനു പുറമെ തന്നെ F-4, F-5 തുടങ്ങിയ പഴയ യുദ്ധവിമാനങ്ങളാണ് ഇറാൻ വ്യോമസേനയുടെ പക്കലുള്ളത് എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം US-ന്റെ എണ്ണക്കപ്പൽ ആക്രമിച്ചെന്ന് ഇറാൻ അവകാശപ്പെടുകയും ചെയ്യുന്നു. ഇറാന്റെ സായുധ സേനയായ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ആണ് US എണ്ണക്കപ്പലിന് നേരെ ആക്രമണം നടത്തിയതായി അവകാശപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ യുദ്ധവിമാനം പോലും തകർന്നു വീണതായിട്ടുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതും. വടക്കൻ പേർഷ്യൻ ഗൾഫിൽ ഇന്ന് രാവിലെയാണ് തങ്ങളുടെ വ്യോമസേന US കപ്പലിന് നേരെ ആക്രമണം നടത്തിയതായി തന്നെ അവകാശപ്പെടുന്നത്. ആക്രമണത്തിന് പിന്നാലെ തന്നെ കപ്പലിന് തിരിച്ചടി നൽകിയതായും വ്യക്തമാക്കുന്നു. US-ന്റെയും ഇസ്രായേലിന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും അവിടെ പാതകളുള്ള സൈനിക വാണിജ്യ കപ്പലുകളെ മേഖലയിലൂടെ തന്നെ കടന്നു പോകാൻ അനുവദിക്കില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അവരുടെ കപ്പലുകളെ നിരീക്ഷിക്കുകയാണ് എന്നും തീർച്ചയായും ആക്രമിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ യുദ്ധസമയത്ത് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം നിയന്ത്രിക്കാൻ ഇറാന് പൂർണ്ണ അധികാരമുണ്ട് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുതയായി തന്നെ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.